പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായത് എപ്പോഴാണ്, എങ്ങനെയാണ് സംഭവിച്ചത്? അത് ധ്യാനിക്കുന്നത് നല്ലതാണ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. അതായത് വചനം പറയുകയാണ്, ഹല്ലേലൂയ, ഇവർ ഏക മനസ്സോടെ 12 അപ്പോസ്തലന്മാർ ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഈ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് കൊടുത്തോണം? ഈ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകാൻ എത്ര ദിവസം എടുത്തു? 10 ദിനങ്ങൾ. ഇവർ പ്രാർത്ഥിച്ചു തുടങ്ങിയതിൻ്റെ 10-ാം നാളാണ് പെന്തക്കോസ്ത്. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിനങ്ങൾക്ക് ശേഷമാണ് പെന്തക്കോസ്ത് ദിനം. പെന്തക്കോസ്ത് തിരുനാൾ വെച്ചാൽ യഹൂദരുടെ വിളവെടുപ്പ് തിരുനാളാണ്. അപ്പോൾ ആ വിളവെടുപ്പ് തിരുനാളിൽ വലിയ ആഘോഷിക്കുന്നവർ, അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ദിവസം, ആ ദിവസമാണ് പരിശുദ്ധ അഭിഷേകം ഉണ്ടാകും. അപ്പം അതിന് തൊട്ട് 10 ദിനങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എപ്പോഴും ഈ ബൈബിൾ കാണുമ്പോൾ, ബൈബിൾ പഠിക്കുമ്പോൾ എപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്, ഈ പരിശുദ്ധ അഭിഷേകം ഉണ്ടാകണം. പെട്ടെന്ന് അങ്ങ് ചെന്നാൽ കിട്ടത്തില്ല. അപ്പോൾ ഒരു അഭിഷേകമുള്ള ഒരാളുടെ അടുത്ത് പറയാ, എൻ്റെ തലേന്ന് കൈവച്ച് കിട്ടത്തില്ല, അങ്ങ് കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് ദീർഘമായ പ്രാർത്ഥന വേണം. പ്രയർ ഇല്ലാതെ ഇത് മേടിക്കാൻ പറ്റത്തില്ല. ഒരു സൗഖ്യം കിട്ടാൻ പോലും പ്രാർത്ഥിച്ചൊരുങ്ങി വേണം. ഞാൻ ചിലപ്പോൾ കണക്കരെ കാണാറുണ്ട്, ചില ആളുകൾ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കും, പ്രാർത്ഥന പഠിക്കും. ആദ്യ ശനിയാഴ്ച വരുമ്പോൾ ശരിക്കും ഉപവാസമൊക്കെ എടുത്ത് ദിവസങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുന്ന മക്കളുടെ മേലെ. അതുകൊണ്ട് പെന്തക്കോസ്ത് ദിനം അവർ ഇരുന്നപ്പോഴും കിട്ടിയതല്ല, അവർ ഇരുന്നപ്പോഴും അടുത്ത നിമിഷം സംഭവിക്കുന്നില്ല. അവർ